ഹല്ലേലൂയ. നമ്മൾ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര പേർക്ക് ഈ വർഷത്തെ ക്യാമ്പ് അനുഗ്രഹമായിരുന്നു? യെസ്, എല്ലാ കൈയും ഉയർത്തിയത് കണ്ട് ഞാൻ ദൈവത്തിൽ ഒത്തിരി സന്തോഷിക്കുന്നു. നമ്മുടെ ക്യാമ്പുകൾ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിന് ഞാൻ ക്രിസ്തുവിനെ ഏറ്റവും നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ YPCA മെമ്പേഴ്സ്, ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സീനിയർ പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, സെൻറ്റർ പാസ്റ്റേഴ്സ്, ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. YPCയുടെ ക്യാമ്പിന് ഒത്തിരി വർഷിപ്പ് ലീഡേഴ്സ് ഇവിടെ വരും, പാസ്റ്റേഴ്സ് വരും. എന്നാൽ ഈ ക്യാമ്പ് ഇത്രയും ബ്യൂട്ടിഫുള്ളായി നടത്താൻ ഫോട്ടോയൊന്നും പേപ്പറിൽ വരാത്ത, സോഷ്യൽ മീഡിയയിലൊന്നും നിങ്ങൾ കാണാത്ത കുറേ പേര് ഇതിൻ്റെ പുറകിൽ ഓടുന്നുണ്ട്. നമുക്ക് അവർക്കെല്ലാം വേണ്ടി ഒരു കൈയടി കൊടുത്താലോ? അവരൊന്നും ആരും അറിയത്തില്ല, പക്ഷെ അവർ ഓടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവരിതിൻ്റെ പിൻപിൽ ഓടുന്നതുകൊണ്ടാണ്. എസ്പെഷ്യലി കേരള YPCയുടെ കേരള സ്റ്റേറ്റ് ടീം, ജനറൽ ടീം, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ടീമിലൊന്നുമില്ലാത്ത കുറേ പേരുണ്ട്, ഇനി വരും നേരത്തെ. അവർക്ക് ടീമും പ്രശ്നമില്ല, കമ്മിറ്റിയും പ്രശ്നമല്ല, പ്രായവും പ്രശ്നമല്ല. അവരൊക്കെ വന്നിങ്ങനെ ഓടി നടക്കും എല്ലാ കാര്യത്തിനും വേണ്ടി. അവരൊക്കെ ഓടുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ വന്ന് സുഖമായി നല്ല ഭക്ഷണം കഴിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് പോകാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എത്ര പേർക്ക് ടൂർ പോകാൻ ഇഷ്ടമുണ്ട്? ഞാനൊരു പാസ്റ്റർ മോനായിട്ട് ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ടൂറൊന്നും പോയിട്ടില്ല. എല്ലാ വർഷവും ഒരു ആപ്ലിക്കേഷനുമായി പോവും. പപ്പ പറയും എന്ത് നോ, തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ എല്ലാ വർഷവും റിജക്ഷൻ കിട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ പപ്പയോട് ചോദിച്ചു, ഈ വർഷം ടൂർ പോയിക്കോട്ടെ. കാരണം ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ടൂറില്ല, ഞങ്ങളുടെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ടൂറില്ല. അതുകൊണ്ട് ടൂർ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പപ്പ അനുവദിച്ചു. അപ്പോൾ ടൂറിന് ഒരു 20-25 ദിവസം മുമ്പാണ് പപ്പ പൊക്കോളം പറഞ്ഞേ. ഈ 20-25 ദിവസം എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ ജീവിതത്തിൽ ഇന്നവർ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടില്ല. ഇവരൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോയി വന്നിട്ട് ഓരോ കഥകൾ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവരെല്ലാം കഥ പറയുമ്പം അവിടെ പോയി കേട്ടിരിക്കും. ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ. രാത്രി ഉറക്കം വരത്തില്ല, തിരിയുന്നു മറിയുന്നു, ഏത് ഷർട്ട് ഇടണം. വൈകിട്ട് നിങ്ങളൊക്കെ അങ്ങനെയാണോ? ക്യാമ്പിൽ വരുമ്പോൾ അങ്ങനെ അല്ലായിരുന്നോ? അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച രാവിലെ അത്, ബുധനാഴ്ച വൈകിട്ടത്, അല്ലേ? എല്ലാം ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പം ഇതേപോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡായിരുന്നു. അങ്ങനെ അവസാനം ടൂറിൻ്റെ ദിവസം വന്നു, ടൂറ് പോയി വന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ലൈഫിൽ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ചില കാര്യത്തിന് വേണ്ടി, അല്ലേ? ഭയങ്കര എക്സൈറ്റഡാണ്. ക്യാമ്പിന് പോകാനാകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. തിരിച്ചു പോയി, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 7 മാസമുള്ളൊരു കുഞ്ഞുണ്ട്. അവനെ തിരിച്ചു പോയി കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നൂറെ നിൽക്കുക. നമ്മുടെ എല്ലാ ലൈഫിൽ നമുക്ക് പല എക്സൈറ്റ്മെൻറ്റുകളുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരിക. എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 7ലാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ ബസ്സേ വന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താ, ഞാൻ ഭയങ്കരമായിട്ട് കരയുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കരയുക. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലോട്ട് നടക്കുമ്പോൾ ഞാൻ കരയുക. വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ കരയുക. എനിക്കൊരു ഐഡിയ ഇല്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവസ്നേഹം എന്നിൽ വന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കരയുക, ഭയങ്കര എക്സൈറ്റഡായിട്ട് ഞാൻ കരയുക. ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുകയാണെങ്കിലും ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡാണ്. പക്ഷേ എൻ്റെ അച്ചാച്ചനും ചേച്ചിയാണ് ഇത് കണ്ട കളിയാക്കി കൊല്ലും. നിങ്ങൾക്കറിയാലോ, ഫ്ലാറ്റ്, എൻജിൻ ഔട്ട് കംപ്ലീറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവർ കാണരുത്. കാരണം എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ ആത്മീയരാകരുത് എന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പം ഞാൻ ആത്മീയനല്ല എന്ന് തോന്നണം എന്നാണ് ഞാൻ എപ്പോഴും
എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയാണ്, മുടി വളർത്തിയിരുന്നു. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ വിചാരിക്കണം ഇവൻ ആത്മീയനൊന്നും അല്ല എന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത്. എന്ന് പറഞ്ഞാൽ ജഡികനല്ലായിരുന്നു ദൈവകൃപയാൽ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ആൾക്കാർ നോക്കുമ്പോൾ പറയണം, ഓ അവൻ ആത്മീയനൊന്നും അല്ല. ഇങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാൻ ഇരുന്ന് കരയുക. അപ്പോൾ വിചാരിച്ചു അച്ചാച്ചനും ചേച്ചിയും കാണാതെ കരയാൻ നല്ലൊരു സ്ഥലം. ഡോറ് പകുതി അടച്ചിടുമ്പം ഒരു ചെറിയ സ്പേസ് കിട്ടും അവിടെ, അല്ലേ? ഡോറെല്ലാം പകുതി നമ്മൾ സാറ്റ് കളിക്കുമ്പോൾ പാത്തിരിക്കൂലേ, ആ സ്ഥലം. ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. അവിടെ ഇരുന്ന് ആ കരച്ചിൽ. എൻ്റെ പപ്പ വന്നു, മമ്മി വന്നു, എൻ്റെ സഹോദരങ്ങൾ വന്നു. 4 മണിക്കൂറായി, 4.5 മണിക്കൂറായി. ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങളുടെ വീട്ടിലന്ന് പ്രെയർ സെല്ലുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. അന്ന് ആ പ്രെയർ സെല്ലിലെ കുറേ ചേച്ചിമാർ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ കരച്ചിൽ കേട്ട് അവിടെയുള്ള പ്രെയർ സെല്ലിലെ ഒരു ചേച്ചിയുടെ ഭൂതളകാൻ തുടങ്ങി. ദൈവസ്നേഹം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായി. ആ എക്സൈറ്റ്മെൻറ്റ്, ഞാൻ അന്ന് അനുഭവിച്ച ആ എക്സൈറ്റ്മെൻറ്റ് ഒരു ടൂറിനും ഒരു ക്യാമ്പിനും ഒന്നിനും തരാൻ കഴിയാത്ത എക്സൈറ്റ്മെൻറ്റ്, എന്തെന്നില്ലാത്ത സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നോട് നമ്മുടെ പ്രിയ റൂഫോസ് ജോൺ ക്യാമ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞു, ടിപ്സാ നമുക്കൊരു തീം വേണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തെ മാറ്റിയത് എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റിയത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ എന്നോട് ദൈവം പറഞ്ഞു, അതാ ഈ വർഷത്തെ തീം. അങ്ങനെയാണ് അബൈഡ് ഇൻ മീ. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ എത്ര പേര് ഇവിടെ പ്രേമിച്ചിട്ടുണ്ട്? കൈവക്കട്ടെ. ആദ്യത്തെ ഒരു ഹായ് അയച്ചിട്ട് റിപ്ലൈ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇല്ലേ? പിന്നെ നിങ്ങൾ ചിരിക്കുന്നതാണ്ട് അറിയാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഹായ് അയച്ചിട്ട് റിപ്ലൈ വരുമ്പം എന്തൊരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് തുടങ്ങും. പിന്നെ അതിങ്ങനെ കൂടി വരും. ആ ബന്ധം കൂടുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടും. അതേപോലെ ഈ ക്രിസ്തുവുമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെയും തിരിച്ച് കോളേജിൽ പോയി പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പല കഷ്ടതകളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഒരു ദിവസം ഞാൻ ഓടിച്ചങ്ങ് പോയിട്ട് ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അവൻ സ്വപ്നം കണ്ട ഒരു ജീവിതം ഉണ്ടല്ലോ, നമുക്കൊക്കെ ഒരു സ്വപ്നം ഉണ്ടല്ലോ. ആ സ്വപ്നം കണ്ട ജീവിതത്തിൻ്റെ മേളിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ആയപ്പോൾ ദൈവം അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി. വണ്ടിക്ക് വണ്ടിയുണ്ട്, വീടിന് വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എല്ലാം ഉണ്ടായിട്ടും സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടും എല്ലാത്തിൻ്റെയും മേളിൽ പോയിട്ടും എന്താ ഒരു പൂർണ്ണത ഫീൽ ചെയ്യാത്ത? അന്ന് യേശു എന്നോട് പറഞ്ഞു, യേശു എന്നെ എൻ്റെ 7ാം ക്ലാസ്സിൽ ഞാൻ അനുഭവിച്ച സന്തോഷം എന്നെ ഓർപ്പിച്ചു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്നതും നീ ഇന്ന് ബൈബിള് വായിക്കുന്നതും ഒക്കെ
നീ പാസ്റ്റർ മോനായോണ്ടും പള്ളിയിൽ പോകുന്നതുകൊണ്ടും ഒക്കെയാ. നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ യു ആർ നോട്ട് എക്സൈറ്റഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. നിനക്ക് അതിന് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഭാഷയെ പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയുമായിട്ട്, ഒരു പെങ്കൊച്ചുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇല്ലേ? അത് കഴിഞ്ഞൊരു 2-3 വർഷമൊക്കെ ആകുമ്പോൾ ഹായ് അയച്ചാൽ ഓക്കെ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യാം. ഇന്നലെ വൈകിട്ട് അടിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്തേ? ഉറങ്ങി. നിങ്ങളൊന്നും പ്രേമിച്ചിട്ടില്ല? എടാ ചേച്ചി ചിരിക്കുന്നുണ്ടോ? ചേച്ചി ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളിൽ പലരും ഈ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാ ക്യാമ്പിലും വരുന്നത് അല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആരോടും പറയരുത് കേട്ടോ, ഇത് YPCA ക്യാമ്പിൽ നിൽക്കണം ഈ സംഭവം ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം ഫീഡ്ബാക്ക് തരണമെന്ന്. നിങ്ങളെല്ലാം കുറേ പേര് ഫീഡ്ബാക്ക് എഴുതി. ഞങ്ങൾ ഈ ഫീഡ്ബാക്കൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഞങ്ങൾ ചുമ്മാ എഴുതി വെക്കുന്നതല്ല. അതിനകത്ത് ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഒരു മോൻ എഴുതിയേക്കുക, അടുത്ത വർഷം ക്യാമ്പിന് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങളോട് കൂടുതൽ വരാൻ പറയണം. അവൻ്റെ ഫീഡ്ബാക്കാണ്. കാരണം അവൻ ആ എക്സൈറ്റ്മെൻറ്റുമായിട്ടാണ് എങ്ങോട്ട് വന്നേ? ക്യാമ്പിന് വന്നേ. അപ്പോൾ അവനിവിടെ വന്നപ്പോൾ ആ സാധനം കണ്ടില്ല. അപ്പോൾ അവനങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മുടെ റൂഫോസും എല്ലാവരും ഈ പ്രാവശ്യം എല്ലാ ചർച്ചിലും പോയി, നമ്മുടെ സിബിച്ചാനും എല്ലാവരും കൂടെ എല്ലാ ചർച്ചിലും പോയി പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നു. അവൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇഷ്ടംപോലെ അടിപൊളി പിള്ളേരുണ്ട് നമുക്ക്. ആമേൻ. അപ്പം ഇങ്ങനെ നമ്മുടെ എല്ലാ ലൈഫിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ക്രിസ്തുവായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു. ആ ബന്ധം നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? രാവിലെ ഞായറാഴ്ച ഒരു 10 വട്ടം ചവിട്ട് അമ്മ വന്ന് പറയണം, ഇടീ സൺഡേ സ്കൂളിൽ പോകാൻ സമയമായില്ലേ? പക്ഷെ നിനക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ, നീ ശനിയാഴ്ച പോയിട്ട് ഞാൻ ആദ്യമായി ടൂറിന് പോയതുപോലെ ഉറക്കം വരത്തില്ല നിനക്ക്. യേശുവേ, എനിക്ക് നിന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിനക്ക് വേണ്ടി പാട്ട് പാടണം. ഹല്ലേലൂയ. ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം നിനക്ക് ഉറക്കം വരത്തില്ല. ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം ഹല്ലേലൂയ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ദൈവിക സ്നേഹം നിന്റെ ഉള്ളിൽ കടന്ന് ഹല്ലേലൂയ അത് പൊങ്ങി വരുമ്പോൾ നീ നിന്റെ പരിസരം മറക്കും, നീ നിനക്കുള്ളതെല്ലാം മറക്കും, നിന്റെ പ്രശ്നങ്ങളെ മറക്കും. നിനക്ക് ആകെ മുമ്പിൽ കാണാൻ പറ്റുന്നത് യേശുവിനെയാണ്. ഹല്ലേലൂയ. ഇന്ന് YPCയോട് ദൈവത്തിന് ഒരു കാര്യമേ പറയാനുള്ളൂ. ആ ആദ്യ സ്നേഹത്തിലേക്ക്, എക്സൈറ്റ്മെന്റിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ഹല്ലേലൂയ, he is very excited to walk with you. ഹല്ലേലൂയ. അവൻ നിന്റെ കയ്യെ പിടിച്ച് നിന്റെ കൂടെ ചിരിച്ചോണ്ട് നിന്റെ തോളത്തൊക്കെ ഒന്ന് തട്ടി നടക്കുവാൻ അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് ബിസിയാ, ഭയങ്കര ബിസിയാ. ഹല്ലേലൂയ. ദൈവത്തിന് ആദ്യം ചോദിക്കാനുള്ളത് ഈ അബൈഡ് ഇൻ മീ, ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ആരാ നമ്മൾ? ആരാ? വി ആർ ദ ബ്രൈഡ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു. ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നമ്മൾ വിവാഹത്തിനായി വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹത്തിനുള്ള സമയമുണ്ടല്ലോ, അത് അടിപൊളി ടൈമാണ്. ഹല്ലേലൂയ. ബിക്കോസ് നിന്റെ അപ്പനും അമ്മയും ഒന്നും പറയത്തില്ല. നിനക്ക് മെസ്സേജ് അയക്കാം, നിനക്ക് പുറത്തു പോകാം, നിനക്ക് വർത്താനം പറയാം, നിനക്ക് ചിരിക്കാം, കളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന സഭയുടെ മണവാട്ടിയായ നമ്മൾ യേശുവുമായി അങ്ങനെ ഒരു ബന്ധത്തിലാണോ? ഹല്ലേലൂയ. എന്തുണ്ട് എൻ്റെ മണവാള? ഹല്ലേലൂയ. സുഖമാണോ? ഇന്നെന്താ കഴിച്ചേ? ഹല്ലേലൂയ. അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്. യേശു വരികയാണ്, വാ നമുക്കൊരു വാക്കിന് പോവാം, നമുക്കൊന്നിച്ചൊന്ന് നടക്കാം, നമുക്ക് കുറച്ചു നേരം പോയി ഹല്ലേലൂയ ഒന്ന് വർത്താനം പറയാം. ഇന്നലെ ദേവദാസൻ പാസ്റ്റർ ആൻസൺ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു പ്രാർത്ഥന. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഒരു റൂമിൽ പോയി പാവിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല.
പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏതു നിമിഷവും നീ ഇങ്ങനൊരു ബന്ധത്തിലാണെങ്കിൽ, ഏതു നിമിഷവും നീ എക്സൈറ്റഡാ. ഹല്ലേലൂയ. നീ വണ്ടി ഓടിക്കുമ്പോൾ, നീ എവിടെ പോകുമ്പോഴും നീ കണ്ടിന്യൂസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിന്റെ പ്രാണനാഥനോട്. ഹല്ലേലൂയ. കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കും. നീ ഓരോ നിമിഷവും അവനോട് സംസാരിപ്പാൻ നീ എക്സൈറ്റഡ് ആയിരിക്കും. ഹല്ലേലൂയ. ആ ഒരു എക്സൈറ്റ്മെന്റിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നിന്റെ സൗകര്യങ്ങൾ കൂടിയപ്പോ, ഹല്ലേലൂയ, ദൈവം നിനക്ക് എല്ലാം തന്നപ്പോ അതിന്റെ പുറകെ പോകാതെ, ഹല്ലേലൂയ, ഇതെല്ലാം തന്ന എന്റെ പ്രാണനാഥ, എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും, നീയാണ് എൻ്റെ പ്രേമം, ഐ ലവ് യു. ഹല്ലേലൂയ. ആ പ്രേമത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. എൻ്റെ വൈഫ് ഞങ്ങൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞ സമയത്ത് അവൾക്ക് അവളുടെ ഗൗണൊന്ന് ആൾട്ടർ ചെയ്യണം. ഗൗണിൽ ആൾട്ടർ ചെയ്യാൻ വേണ്ടി അവളുടെ വീട് തിരുവല്ലയിലാണ്. ഇവിടുന്ന് എറണാകുളത്തിന് പോവാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തേക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അപ്പം എൻ്റെ വൈഫിന് അന്ന് ജോലിയുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, കയ്യിൽ കാശുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അവൾ വരുമ്പം അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. എന്നിട്ട് കുറച്ച് കാശ് അവൻ അയച്ചു കൊടുത്തു. എനിക്കറിയാം അത്രയും കാശൊന്നും ആകത്തില്ലെന്ന്, പക്ഷെ ഞാൻ കുറച്ചുകൂടെ കാശ് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവൾക്ക് ഒരു കുറവും വരുത്തല്ലേ. അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഹല്ലേലൂയ. നടന്ന സംഭവം. നീയും യേശുവുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞു. യേശു അവിടെ ഇരുന്ന് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞ പോലെ ഇന്ന്, ഹല്ലേലൂയ, ഈ പ്രകൃതിയോടും ഇതിനുള്ള എല്ലാവരോടും പറഞ്ഞ എൻ്റെ വധുവാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്യാണമാ. ഹല്ലേലൂയ. നിന്നെ ഓരോരുത്തരെയും നോക്കി യേശു അവിടെ നിന്ന് പറയാ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവൾ എന്നോടൊന്നും മിണ്ടുന്നില്ല. നിന്നെ നോക്കി യേശു പറയുക, ഞാൻ കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മാറ്റിയ ഒരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു, യേശുവേ, എനിക്കത് മടക്കി തരണം. ഐ വാണ്ട് ടു ലീവ് ഇൻ ദാറ്റ് എക്സൈറ്റ്മെന്റ്. എൻ്റെ എല്ലാ നിമിഷവും എൻ്റെ കാന്തനെ മാത്രം ഓർത്ത്, എൻ്റെ കാന്തം വരുന്നത് മാത്രം ഓർത്ത്, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ കാന്തനെ മാത്രം ഓർത്ത് എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് IPCയിലെ കുഞ്ഞുങ്ങളെ, നിന്റെ കാന്തൻ നിന്നെ ഓർത്ത് വെയിറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ പുറകെ നടക്കുക. നമ്മൾ പറയത്തില്ലേ, അവൻ എന്നെ അങ്ങ് പുറകെ നടന്ന് ശല്യം ചെയ്യാന്ന്. ആ യേശു ഈ ഭൂജലത്തെയും ഇതിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ തമ്പുരാൻ നിന്റെ പുറകെ നടക്കുക, നിന്റെ ഇതൊന്ന് കേൾക്കാൻ. ഹല്ലേലൂയ. ഒരു കഥ പറയട്ടെ. ഒരു രാജ്യത്തില് നല്ലൊരു രാജകുമാരനുണ്ടായിരുന്നു. ആ രാജകുമാരൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹോഴ്സ് റൈഡിന് പോകും, കുതിര ഓട്ടത്തിന് പോകും. അങ്ങനെ ഒരു ദിവസം പോയി തിരിച്ചു വന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, വളരെ സാധുവായ സ്ത്രീ. പക്ഷേ ആ രാജകുമാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാജകുമാരൻ തീരുമാനിച്ചു, ഇവളെ കൊട്ടാരത്തിൻ്റെ അടുത്ത് കൊണ്ട് പാർപ്പിക്കാം. അങ്ങനെ കൊട്ടാരത്തിൻ്റെ അടുത്ത് കൊണ്ട് പാർപ്പിച്ചു. അവളെ
ഒരു രാജകുമാരിയുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങനെ എന്താ പറയുക പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് രാജകൊട്ടാരത്തിൽ നിന്നൊരു വാർത്ത അറിഞ്ഞു. രാജകൊട്ടാരത്തിലെ ട്രഷറിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണങ്ങൾ നഷ്ടമാകുന്നു സ്ഥിരമായി. അപ്പോൾ രാജാവ് കൽപ്പന പ്രകടിപ്പിച്ചു, അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചാൽ 10 അടി ചാട്ടവാറിൻ്റെ 10 അടി അവർക്ക് ശിക്ഷ കൊടുക്കും എന്ന്. പക്ഷെ അത് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. അത് 20ആയി 30ആയി. അവസാനം രാജാവ് പറഞ്ഞു 40 അടി. ആ കാലഘട്ടത്തിൽ 40 അടി കൊണ്ട് ഒരാൾ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകും. അതായത് ഡെത്ത് സെൻറ്റൻസ്. ഇനി ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരിക്കും. അങ്ങനെ ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചു. പക്ഷെ എന്നിട്ടും കളവ് പോയി. അങ്ങനെ രാജ്യത്തിലെ ഫുൾ ഫോഴ്സും ഉപയോഗിച്ച് ഇവർ തപ്പാൻ തുടങ്ങി, ആരാണ് ഇതിൻ്റെ പിൻപിൽ. അങ്ങനെ അവസാനം അവർ കണ്ടുപിടിച്ചു, ഇയാളെ, ഈ കള്ളനെ കണ്ടുപിടിച്ചു. അങ്ങനെ രാജാവും രാജകുമാരനും രാജകുടുംബവും എല്ലാം ഒരു വിധിക്കായി ഒത്തുകൂടി. അങ്ങനെ അവർ ആ കള്ളനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. വളരെ സർപ്രൈസിംഗ് ആയി ഈ രാജകുമാരൻ കൊണ്ടുവന്ന് പാർപ്പിച്ച രാജകുമാരൻ്റെ ലവ്, രാജകുമാരൻ്റെ സ്നേഹമായ ആ സ്ത്രീയാണ് ഇത് മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. രാജകുമാരൻ തകർന്നുപോയി. ഞാൻ നിന്നെ എന്തോരം സ്നേഹിച്ചു, ഞാൻ നിന്നെ എന്തോരം സ്നേഹിച്ചു. രാജാവ് പോയി രാജകുമാരനോട് ചോദിച്ചു, നമ്മുടെ രാജ്യത്തിന് നാണക്കേടാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുക, ഞാൻ പറഞ്ഞ ഈ കൽപ്പന ഞാൻ തിരിച്ചെടുക്കണോ? രാജകുമാരൻ പറഞ്ഞു, വേണ്ട, അവളെ 40 അടിച്ചോ, അവളെ കൊന്നോ. അവൻ പൊട്ടിക്കരയാണ്. അവനിത് സഹിക്കാൻ വയ്യ. കാരണം അവൻ ഒത്തിരി സ്നേഹിച്ച, അവൾക്കൊരു യോഗ്യതയില്ലായിരുന്നു. അങ്ങനെ രാജാവ് അത് പ്രഖ്യാപിച്ചു. അങ്ങനെ ആ പടയാളികൾ അടിക്കാനുള്ള എല്ലാം റെഡിയാക്കി. ആദ്യത്തെ കൈ പൊക്കിയപ്പോൾ രാജകുമാരൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിർത്ത്. രാജകുമാരൻ ഓടിപ്പോയി ആ രാജകുമാരിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അടിച്ചോ. ഹല്ലേലൂയ. ആ 40 അടി ആ രാജകുമാരൻ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. 40ാമത്തെ അടി വാങ്ങി ആ രാജകുമാരൻ അവിടെ മരിച്ചു വീണു. ആ രാജകുമാരനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഒരു യോഗ്യതമില്ലായിരുന്ന നീയും ഞാനും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ക്രിസ്തുവായ രാജകുമാരൻ എന്നെ സ്നേഹിച്ച് ഞാൻ കൊള്ളേണ്ട അടി അവൻ കൊണ്ട് നിന്നോട് ചോദിക്കുക, ഇനിയേലും നീ എന്നെ സ്നേഹിക്കുമോ? ഇന്ന് നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഇന്ന് യോഗ്യമായി ഇവിടെ നിൽക്കുന്നതുണ്ടല്ലോ, എൻ്റെ രാജകുമാരൻ എനിക്ക് വേണ്ടി അടി കൊണ്ടോണ്ട. ഞാൻ കൊള്ളേണ്ട അടി നീ ചെയ്ത പാപത്തിന് അവൻ അടി കൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആടിക്കൊണ്ടു. ഞാൻ പ്രസംഗിക്കുന്ന രാജകുമാരൻ, ഞാൻ പ്രസംഗിക്കുന്ന രാജകുമാരൻ ആ കഥയിലെ രാജകുമാരനല്ല. ഞാൻ പ്രസംഗിക്കുന്ന രാജകുമാരൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ രാജകുമാരനാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ സ്നേഹിക്കുന്ന രാജകുമാരൻ എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ പാപത്തെയും എൻ്റെ അകൃത്യത്തെയും തൻ്റെ മേൽ ചുമന്ന് ആ ക്രൂശിൽ കയറിയിട്ട് പറയാണ്, അതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. നീ രാജകുമാരിയായി നടക്കുവാൻ, നീ രാജകുമാരിയായി നടക്കുവാൻ, ഹല്ലേലൂയ, നല്ല സുന്ദരിയായി ഒരുങ്ങി അണിഞ്ഞ് നടക്കുവാൻ ഞാൻ അത് ഏറ്റെടുത്തോളാം. എന്നാൽ 3-ാം നാൾ അവൻ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പറയുന്നു, ഞാൻ ജീവിക്കുന്ന രാജകുമാരനാണ്. ഹല്ലേലൂയ. ആ രാജകുമാരൻ നിന്നോട് പറയാണ്, നിനക്ക് എന്നെ സ്നേഹിക്കാമോ?
ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം, ഇത്രയും നേരം പ്രസംഗിച്ച ക്രൂശിൽ കിടക്കുന്ന ആ രാജകുമാരനെ കുറിച്ചല്ല. ഞാൻ ഇനിയും സംസാരിക്കാൻ പോകുന്ന രാജകുമാരൻ, അവൻ ഹല്ലേലൂയ ക്രിസ്തുവിൻ ഹല്ലേലൂയ, അവൻ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ക്രിസ്തു എന്ന ഹല്ലേലൂയ അധികാരമുള്ള സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ച ആ രാജകുമാരനെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ കല്ലറയിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. പേരെന്താ? മറിയ. നിങ്ങൾ മറിയോട് പോയി ചോദിക്കണം, മറിയേ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് എൻ്റെ കാന്തനെ കാണണം, എനിക്കെൻ്റെ കാന്തനെ കാണണം. അവൾ പറയേ, എവിടായാലും കുഴപ്പമില്ല, പറഞ്ഞാൽ മതി, ഞാൻ പോയി കണ്ടോളാം, ഞാൻ പോയി എടുത്തോളാം. ഹല്ലേലൂയ. അവൾ ആ എക്സൈറ്റ്മെന്റിലെ വെളുപ്പിനെ, എപ്പോഴാ? വെളുപ്പിനെ. ഇന്നത്തെ കാലത്തെ പോലൊന്നുമല്ല, ഊബറില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് പോയേക്കുക. ഹല്ലേലൂയ. അവളുടെ എക്സൈറ്റ്മെന്റ് അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡാ. അവൾ രാവിലെ എഴുന്നേറ്റ് പോവാ. ഹല്ലേലൂയ. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. അവൾ തകർന്നു പോയി. ഈ നമ്മൾ പലരും ജോലി ചെയ്യുന്നവരാ. നമുക്കൊക്കെ ഓരോ പ്രൊജക്റ്റുകൾ ദൈവം തരും. ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്താണെന്നറിയോ? ഏറ്റവും വലിയ പ്രൊജക്റ്റ്, ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം ഒരു പ്രൊജക്റ്റ് ഇട്ടു. ഞാൻ എൻ്റെ രാജകുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കും. അവൻ ക്രൂശിൽ മരിക്കും, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു വലിയ പ്രൊജക്റ്റ് ദൈവം ഡിസൈൻ ചെയ്തു. എന്നിട്ടത് പുത്രനെ ഏൽപ്പിച്ചു. നമുക്കൊരു പ്രൊജക്റ്റ് തന്നാൽ അത് ഫിനിഷ് ചെയ്യാൻ എത്ര എക്സൈറ്റഡാണ് നമ്മൾ, അല്ലേ? അത് തീർന്നു കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആ എക്സൈറ്റ്മെൻ്റ് എന്നുള്ള ആ ഒരു വേർഡിൽ തന്നെ നിൽക്കുക, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? അതേപോലെ യേശു ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. പാപത്തെയും രോഗത്തെയും എല്ലാം അവൻ തകർത്തു, പാതാളത്തെ തകർത്തു, അതിൻ്റെ താക്കോലെല്ലാം എടുത്ത് അവൻ എക്സൈറ്റഡായി സ്വർഗത്തിലോട്ട് പോകാൻ നിൽക്കുക. അങ്ങനെ പോകാൻ നിൽക്കുമ്പം അവനൊരു കാഴ്ച കണ്ടു. അവൻ്റെ സ്നേഹമായ ഒരാൾ അവിടെ നിന്ന് കരയുന്നു. അവൻ്റെ സ്നേഹമായ ഒരാൾ അവിടെ നിന്ന് കരയുന്നു. ആരാത്? മറിയ. ഞാൻ ആ വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. യേശുവോടെ പറയുന്നുണ്ട്, ഡോണ്ട് ക്ലിങ് ടു മീ, അല്ലെങ്കിൽ എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പം ഇത്ര വലിയൊരു പ്രൊജക്റ്റ് കഴിഞ്ഞ് തൻ്റെ പിതാവിനോട് പോയി ഇത് റിപ്പോർട്ട് ചെയ്യണം. പിതാവെ കണ്ടോ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിലും അവൻ അതല്ല പ്രയോറിറ്റി. അവൻ്റെ പ്രയോറിറ്റി അവൻ്റെ സ്നേഹമായ ഒരാൾ ഇവിടെ നിന്ന് കരയുന്നു. അവിടെ ചെന്നിട്ട് അവൻ പറയാണ്, നീ എന്നെ തുടരുത്, പക്ഷെ ഞാൻ ഇവിടെ വന്നത് നീ കരയണ്ടെന്ന് പറയാനാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാനുണ്ട് നിനക്ക് വേണ്ടി, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. ലോൺലിനെസ് അനുഭവിക്കുന്ന പലരും ഇതിനകത്തുണ്ട്, ഏകാന്തത. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിന്റെ കൂടെ. ഹല്ലേലൂയ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു നിന്നോട് പറയുന്നു, നിന്റെ ഏതൊരവസ്ഥയിലും ഞാനുണ്ട് നിന്റെ കൂടെ. ജീവിതത്തിൽ ഒരു ദിവസം വലിയൊരു ഏകാന്തത എന്നെ കയറി പിടിച്ചു. യേശുവുമായി നല്ല ബന്ധത്തിലാണ് ഞാനിപ്പോൾ പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ലൈഫിലാണ് ഞാൻ. ഒന്നിനും കുറവില്ല, നല്ല എക്സൈറ്റഡ് ആണ്. എനിക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കാട്ടും എക്സൈറ്റഡ് ആയി. പക്ഷേ ആ എക്സൈറ്റ്മെന്റ് വെറും 10 മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ. എന്നോട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് NICUവിൽ പോകണം. ഞാൻ ഡോക്ടറുടെ കൂടെ പോയി. ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞൊരു യുണീക്ക് ബേബിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞ? ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്ടിലോട്ട് നോക്ക്, സെക്ഷൽ ഓർഗനിലോട്ട് നോക്ക്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തകർന്നുപോയി.
ബേബി ഷവർ നടത്തി, ജെൻഡർ റിവീൽ നടത്തി, എല്ലാം. ബേബി ഗേൾ പേര് റെഡിയാക്കി, അലീസ. പ്രവചനമുണ്ട്, ദൈവം ഉപയോഗിക്കും. പക്ഷെ തകർന്നു പോയി. ആരോട് വിളിച്ച് എന്തു പറയും? ഏകാന്തത. ഞാൻ പോയി വൈഫിനോട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും സുവിശേഷ വില ചെയ്തിട്ട് ഇതാണ്. എൻ്റെ ഏകാന്തതയിൽ ആരുമില്ലായിരുന്നു, എനിക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ തിരിച്ചു പോയി എൻ്റെ വൈഫിൻ്റെ കൂടെയെങ്കിലും ഇരിക്കാം. ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ ഞാൻ ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏകാന്തതയിൽ എൻ്റെ കാന്തം വന്നു. എൻ്റെ കാന്തം വന്ന് എന്നോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുന്നുവോ? വേറെ ആരുമില്ലായിരുന്നു. ക്യാമ്പിന് കുറേ ഞാൻ ചാടിയിട്ടുണ്ട്, നിങ്ങളെക്കാട്ടും കൂടുതൽ ചാടിയിട്ടുണ്ട്. ഇന്നലെയും ചാടി, ഇനിയും ചാടും, ചാകുന്നവരെ ചാടും. പക്ഷെ ഏകാന്തയിൽ കൂടെ ചാടി ഒരാരുമില്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന നിലമ്പൂരിൽ എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ കയറി താമസത്തിന് ഞങ്ങളുടെ വീടിൻ്റെ ആശാരിപ്പണി നടത്ത ചേട്ടൻ വന്ന് പറഞ്ഞു, പാസ്റ്റർ എന്തോ കുഴപ്പമുണ്ട്, നിലമ്പൂരിലെ എല്ലാ ഗുണ്ടകളും ഇവിടെ ഉണ്ട്. പപ്പ പറഞ്ഞ ടിപ്സിൻ്റെ കൂട്ടുകാരാ, അതിനെ സാധ്യതയുള്ളൂ, ഒന്ന് പോയി ചോദിച്ചേക്കാൻ പറഞ്ഞു. ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, ഇഷ്ടം പോലെ സ്നേഹിതരുണ്ട്. YPCയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം. ആരുമില്ലായിരുന്നു, ഒറ്റയ്ക്ക്. പക്ഷെ എൻ്റെ കാന്തൻ എന്നോട് പറഞ്ഞു, വിശ്വസിക്കുമോ എന്നെ? എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പറയും വിശ്വസിക്കും. എൻ്റെ കയ്യെ പിടിച്ചു തിരിച്ചു കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിനില്ലായ്ഞ്ഞ ഒരു അവയവം 4 ദിവസം കൊണ്ട് ഉണ്ടായി വരുന്നത് കണ്ട ആളാ ഞാൻ. 4 ദിവസം കൊണ്ട്. ഞാൻ പറയുന്ന കാന്തൻ 4 ദിവസം ഡോക്ടേഴ്സ് എനിക്ക് ആ ഫുൾ സ്റ്റോറി പറയാൻ എനിക്ക് സമയമില്ല. ഡോക്ടേഴ്സ് 2ാം ദിവസം അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു, ഒരു സാധ്യതയില്ല, അതില്ല, ഇതില്ല, ഒന്നുമില്ല. പക്ഷെ 4 ദിവസം കൊണ്ട് ഹല്ലേലൂയ, അവനില്ലായ്ഞ്ഞ ഒരു അവയവം ഉണ്ടായി വന്നു. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന കാന്തൻ, ഹല്ലേലൂയ, അവൻ എന്നെ ഇട്ടിട്ട് പോകുന്നതല്ല, എന്നെ കൂടെ നടക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടുന്നതെല്ലാം തരും. ഹല്ലേലൂയ. എനിക്ക് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ കഴിയും. നിങ്ങൾ വിചാരിക്കും അമേരിക്കയില ചർച്ചുണ്ട്, എല്ലാം സെറ്റപ്പാ. ഒരു ദിവസം എൻ്റെ ചർച്ചിൽ വരുന്ന ഒരു പയ്യൻ പറഞ്ഞു, പാസ്റ്റർ ഡിന്നറിന് പോവാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അവനല്ലേ പൈസ കൊടുക്കുന്നത്. ഞാൻ പോയി. നേരെ മുമ്പിൽ ഇരുന്ന് ഒരു ഇന്ത്യക്കാരൻ പയ്യനാ. അവനോട് പറഞ്ഞു, പാസ്റ്റർ എന്താ പ്രസംഗിക്കുന്നത്? എന്നും യേശു പരിശുദ്ധാത്മാവ്, യേശു പരിശുദ്ധാത്മാവ്. ഒരു കൂതറ ഇംഗ്ലീഷും. പാസ്റ്റർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് നമ്മുടെ ചർച്ചിൽ ഓൾറെഡി വെള്ളക്കാർ വരുന്നുണ്ട്, അവരെന്നോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ പയ്യൻ പറഞ്ഞപ്പോൾ ഞാൻ തകർന്നൊന്നും പോയില്ല. എന്നാലും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കാന്തൻ പുള്ളിയോട് പറഞ്ഞു, വേറെ എന്തോരും പേരുണ്ട്, വൈ മീ, എന്തിനാ എന്നെ ഈ പരിപാടി? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. വല്ല മലയാളം ചർച്ച തുടങ്ങിയാൽ പോരായിരുന്നോ? എന്തിനാ എന്നെ ഈ പരിപാടിക്ക് ഇറക്കി പിടിച്ചേ? നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കാനോ, നിന്റെ പേര് ദോഷം ചെയ്യാനോ? അന്ന് എൻ്റെ റൂമിൽ എൻ്റെ വൈഫിനോട് ചോദിച്ച് എന്താവും പറഞ്ഞേ? അവൻ ചുമ്മാ ഓരോ സജഷനൊക്കെ തരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വൈഫിനോട് പോലും ഞാൻ അത് ഷെയർ ചെയ്തില്ല. പക്ഷെ എൻ്റെ തലമുണയിൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ റൂമിൽ വന്ന ഒരാൾ പറഞ്ഞു, നിന്റെ പ്രസംഗം എനിക്കിഷ്ടമാണ്, അതാ എൻ്റെ കാന്തൻ. ഹല്ലേലൂയ. നിന്റെ മണ്ടത്തരങ്ങൾക്ക് ചിരിക്കാൻ ആരും കാണത്തില്ല, പക്ഷെ നിന്റെ കാന്തൻ ചിരിക്കും. ഇന്ന് ദൈവാത്മാവ് ആരോടോ പറയുന്നു, നിന്റെ ഏകാന്തതയിൽ നിനക്ക് ആരും കാണത്തില്ല, പക്ഷേ എനിക്കൊരുവനെ അറിയാം, അവൻ്റെ പേരാണ് യേശു.
നിന്റെ ഏകാന്തതയിൽ, നിന്റെ മുറിക്കകത്ത്, നിന്റെ ഹോസ്റ്റലിനകത്ത്, നിന്റെ റൂമിനകത്ത്, ആരും കാണാത്ത ആ സ്ഥലത്ത്, നിന്റെ ഏകാന്തതയിൽ നിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാനുണ്ടടാ, ഞാനുണ്ട് നിന്റെ കൂടെ. ഹല്ലേലൂയ. നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. നിന്റെ ഏകാന്തതയിൽ യേശു നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് പോകട്ടെ. ഏകാന്തതയിൽ നിന്റെ കൂടെ ഇരിക്കുന്നൊരു യേശു. അടുത്തത്, ഞാൻ പ്രസംഗിക്കുന്ന ഈ കാന്തൻ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപങ്ങൾ മോചിച്ചിരുന്നു അല്ലേ? പലരുടെയും പാപങ്ങൾ മോചിച്ചു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പലരും യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പം യേശു അവരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, യേശു പാപങ്ങളെ ക്ഷമിക്കുന്ന ആളാണെങ്കിൽ അവൻ പ്രവാചകനല്ല, അവൻ ദൈവമാണ്. പല റിലീജിയനും നിങ്ങളോട് വന്ന് പറയും, പല മതങ്ങളും നിങ്ങളോട് വന്ന് പറയും അവൻ പ്രവാചകനാണ്. പക്ഷെ നിന്റെ കാന്തൻ അവൻ പ്രവാചകനൊന്നുമല്ല. നിന്റെ കാന്തൻ ദൈവമാ. ഹല്ലേലൂയ. നിന്റെ കാന്തൻ ദൈവമാ. അവൻ നിന്റെ പാപങ്ങളെ മോചിച്ചേരും. അപ്പോൾ ഞാൻ എൻ്റെ കാന്തനോട് ചോദിച്ചു, നീ എന്തിനാ ക്രൂശിൽ മരിച്ചേ? അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, നിന്റെ ഭാവിയും ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഇതിൻ്റെ എല്ലാം പാപത്തിന് വേണ്ടിയാ. പിന്നെ എന്നോട് എൻ്റെ കാന്തൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇപ്പം നിനക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താ? ഞാൻ എക്സൈറ്റഡായി കേൾക്കാൻ. പണ്ട് വരെ പാപം എന്ന് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു. എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് എന്താ സെമിത്തേരി കൂടെ പോകുമ്പോൾ എത്ര പേര് പറഞ്ഞു അല്ലേ? പക്ഷെ ആരും ചോദിച്ചാൽ പറയും സെമിത്തേരിയോ, എന്ത് പേടി. പക്ഷെ അതിലെ പോകുമ്പോൾ രക്തം ചെയ്യാൻ. ഇതേപോലെ നമ്മൾ പാപത്തെ കാണുമ്പോഴും ഒരു പേടിയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത അതിനെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നത്. പക്ഷെ എൻ്റെ കാന്തൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെങ്കിൽ നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസിയർ 2-15 വാക്യം. കൊലോസിയർ 2:14-15. കൊലോസിയർ 2:14-15. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശുവിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാശികളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ആമേൻ. അപ്പം ഉയർത്തെഴുന്നേറ്റ യേശു, നിന്റെ കാന്തൻ, എൻ്റെ കാന്തൻ, ഹല്ലേലൂയ, അവൻ പരസ്യമാക്കി അവരെന്താക്കി? അതിനെ ഈ പാപത്തെയും അധികാരത്തെയും അവൻ കൺട്രോൾ ചെയ്ത് അതിനെ അടക്കി അതിൻ്റെ മേൽ അതോറിറ്റി നിന്റെ മേൽ തന്നു. ഹല്ലേലൂയ. അതോറിറ്റി നിന്റെ മേൽ തന്നാൽ, അധികാരം നിന്റെ മേൽ തന്നാൽ, പിന്നെ നീ അതിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പേടിച്ച് അന്യഭാഷയും പറഞ്ഞ് നടക്കണോ? ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ, കുറേ സ്റ്റാറുള്ളൊരു ഓഫീസർ തൻ്റെ റൂമിലേക്ക് കയറി പോകുമ്പോൾ അന്യഭാഷയും പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? അല്ല, എല്ലാവരും സല്യൂട്ട് അടിക്കും. അവനെന്ത് ചെയ്യും? അധികാരത്തോടെ കയറിപ്പോവും. ഹല്ലേലൂയ. പാപത്തെ നോക്കിയിട്ട് നീ പറയണം, എൻ്റെ കാന്തൻ എൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് അധികാരത്തോടെ നടക്കാൻ പറ്റും. പാപത്തോട് നീ പറയും, ഹല്ലേലൂയ, ഇന്നലെ വരെ നീ എൻ്റെ അടുത്ത് വന്ന് ചൊറിഞ്ഞു, ഇന്നലെ വരെ ഞാൻ കഷ്ടപ്പെട്ട് ഇടിച്ച് തള്ളി നിന്നെ മാറ്റി, പക്ഷെ ഇനി മുതൽ ആ കളി എൻ്റെ അടുത്ത് നടക്കത്തില്ല. കാരണം എൻ്റെ കാന്തൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കാന്തൻ എൻ്റെ കൂടെയുണ്ട്. ഈ കാന്തനെ കാണുമ്പോൾ ഹല്ലേലൂയ, പാപം പറയും, ഈ
പുള്ളിയുടെ അടുത്ത് ഞാൻ തോറ്റതാ, ഈ പുള്ളിയുടെ അടുത്ത് എനിക്ക് അടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ പാപത്തിന്റെ പ്രശ്നം വേറൊന്നുമല്ല, നീ പള്ളിയിൽ പോകാത്തോണ്ടല്ല, നീ ഉപവാസിക്കാത്തോണ്ടല്ല, നീ ഈ പ്രശ്നം അനുഭവിക്കുന്ന കാരണം നിനക്ക് യേശുവുമായിട്ടുള്ള ബന്ധമില്ല, റിലേഷൻഷിപ്പ് ഇല്ല. അഖാന്തം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പാപം നിന്റെ അടുത്ത് വരത്തില്ല. പുള്ളിക്ക് പേടിയാ. ഹല്ലേലൂയ. നിനക്കതിന് മേൽ അധികാരമുണ്ടാകും, നിനക്കതിന് മേൽ അധികാരമുണ്ടാകും. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലെ ഒരു വെനസ്ഡേ മീറ്റിങ്ങിൽ ഞാൻ കീബോർഡ് വായിച്ച് ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വൈറ്റ് വുമൺ, ഒരു വെള്ളക്കാരി പുറകെ വന്നിരുന്നു. ഞാൻ വർഷിപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവാത്മാവിനോട് ഒരു കാര്യം സംസാരിച്ചു. ഞാനപ്പോൾ പോയി പുള്ളിക്കാരത്തി അതോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ? എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ എന്നോട് പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്തായാലും പ്രാർത്ഥിക്കാം, നമ്മുടെ ചർച്ചിലല്ലേ, എന്തായാലും പ്രാർത്ഥിക്കാൻ വിചാരിച്ചു. പ്രാർത്ഥിച്ചു. രുദ്രാത്മാവ് വെളിപ്പെട്ടു, ദുരാത്മാവ് വിട്ടുപോയി. ഞാൻ ഓടിച്ചു പറയുക, അന്ന് രാത്രി പുള്ളിക്കാരി വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, യേശുവിന് എന്നോട് സ്നേഹമില്ല. ഞാൻ പറഞ്ഞു, സ്നേഹമുണ്ട്. പറഞ്ഞു, യേശു എന്നോട് പാപം ക്ഷമിക്കത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? ഞാൻ യഹോവ സാക്ഷിയാ, ഞാൻ യേശുവിൻ്റെ എതിരെ പ്രസംഗിക്കുന്ന ആളാ, എല്ലാവരും യേശുവിന് കൊണ്ടുപോകുന്ന ആളാ. ഞാൻ അതിനാ ഇവിടെ വന്നേ, ഇവിടുത്തെ കുറച്ച് പേരെ കാണാൻ, എന്നിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാൻ. ഹല്ലേലൂയ. ഞാൻ 7 പ്രാവശ്യം ഇവിടെ വന്നു, അകത്ത് കയറാൻ പറ്റിയില്ല. ഇന്നാ ഒന്ന് അകത്ത് കയറാൻ പറ്റിയേ. ഹല്ലേലൂയ. അന്ന് രാത്രി പുള്ളിക്കാരിയെ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിൽ വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്റർ, ഐ വാസ് ആൽക്കഹോളിക്. ഈ നമ്മുടെ ടൗണിലുള്ള ഏത് ബാറിൽ പോയിരുന്നാലും എന്ത് കൊണ്ടു തരണമെന്ന് അവർക്കറിയാം. കാരണം ഞാൻ മദ്യപിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. ഐ വാസ് ആൽക്കഹോളിക്. പക്ഷെ അന്ന് രാത്രി യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ. പാപത്തോലിന് മേലൊരു അധികാരം എനിക്ക് ലഭിച്ചു. ആ വ്യക്തി യഥാർത്ഥമായി യേശുവിനെ അറിഞ്ഞപ്പോൾ, നിങ്ങൾ അറിയുമോ, ആ പ്രാർത്ഥന എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി 2 കൈയും പൊക്കി അലയ്ക്കാൻ തുടങ്ങി. I love you Jesus. ആ എക്സൈറ്റ്മെന്റ് കണ്ട് ഞാൻ പോലും അന്തം വിട്ടു പോയി. അവളുടെ ആ സ്നേഹം, യേശുവിനായിട്ടുള്ള ആ സ്നേഹം അവളുടെ മേൽ വന്നപ്പോൾ പാപത്തിന് മേലൊരു അധികാരം അവൾക്ക് ലഭിച്ചു. ഇന്നലെ വരെ മദ്യപിക്കാതെ ഉറങ്ങിയ സ്ത്രീ, ഹല്ലേലൂയ, അവൾക്ക് ഇന്ന് മദ്യപാനത്തിന് മേൽ ഒരു അധികാരം ലഭിച്ചു. അന്ന് രാത്രി അവളുടെ കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അത് ഡിവൈൻലി, ഹല്ലേലൂയ, സൂപ്പർ നാച്ചുറലി ഹീലായി. ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം സംഭവിച്ച് ഒരു ബന്ധത്തിന്റെ പുറത്താണ്. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പാപം മുഖാന്തരം ഉണ്ടായതാണോ? അതിന്മേലൊരു അധികാരം നിനക്ക് വേണോ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച്, ഹല്ലേലൂയ, ഇതെല്ലാം വേണം. ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. പക്ഷേ അതിലെല്ലാം ഉപരി യേശുവുമായൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ ഇതിന്മേലുള്ള ഒരു അധികാരം ദൈവം നിനക്ക് തരും. ആ അധികാരത്തോടെ, ഹല്ലേലൂയ, നീ നിവർന്നു നിന്നാൽ ഒരു പാപത്തിനും ഒരു രോഗത്തിനും നിന്റെ മേൽ അവകാശം ഉണ്ടാകുകയില്ല. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. അല്ലെ, അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. ഈ സ്നേഹത്തിൽ, ഈ പ്രേമത്തിൽ നീ വർദ്ധിച്ചു വരുമ്പോൾ ഇപ്പോൾ നിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറും. നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും. ഹല്ലേലൂയ. നീ അവൻ ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കും. ഇപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയാ, ഞാനും എൻ്റെ വൈഫും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയാ മിക്കവാറും ഞാൻ ആരെങ്കിലോട് ഒരു ഫോണിലായിരിക്കും. റൂഫോസിനെ വിളിച്ച്, റൂഫോസേ, നമ്മുടെ മറ്റേ പരിപാടി എന്തായി? ഈ സാധനം റെഡിയായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ചർച്ചിൽ ആരെങ്കിലും വിളിക്കും. പിന്നെ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ 100 പരിപാടിയാ. ഞാൻ കുറച്ച് കഴിയുമ്പം എൻ്റെ ഓർഡർ റെഡിയാ. കാരണം എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എനിക്കിഷ്ടമുള്ള എന്താണ്. ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്താൽ പറയും, അത് വൈറ്റ് സോസാ, അത് ടിച്ചുവിന് ഇഷ്ടമല്ല. ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു വിടുന്നയാ. നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയോ, ചുമ്മാ എന്നാ ഈ സാധനം.
അപ്പോൾ ഭാര്യ പറയും, അത് ചിച്ചുവിന് ഇഷ്ടമല്ല, അല്ല ആ സോസ് ഇഷ്ടമല്ല, മറ്റേത് ഓർഡർ ചെയ്യും. അവൾക്കറിയാം എൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ആ ബന്ധത്തിൽ ഹൃദയവും തമ്മിൽ ഒരു അടുപ്പം. ഹല്ലേലൂയ. ആത്മാവും തമ്മിൽ ഒരു അടുപ്പം. നിനക്ക് ഈ ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടാകും. ക്രിസ്തുവുമായിട്ട് ആ ബന്ധം ഉണ്ടായണ്ടല്ലോ, അവൻ ചിന്തിക്കുന്നത് നീ ചിന്തിക്കും. നിന്റെ ആത്മാവ് അവൻ്റെ ആത്മാവിനോടൊരു ബന്ധം ഉണ്ടാകുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ പേരെന്താ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിൻ്റെ പേരെന്താ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിനക്ക് ഇഷ്ടമുള്ളത് എന്തെന്ന് പരിശുദ്ധാത്മാവ് ഓർഡർ ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനറിയാം നിന്റെ ഇഷ്ടങ്ങൾ. പരിശുദ്ധാത്മാവിനറിയാം നിനക്ക് എന്ത് വേണമെന്ന്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ, ഹല്ലേലൂയ, നീ പോലും ചിന്തിക്കാത്തത് നിന്റെ മുമ്പിൽ വരും. അതെന്താ കാരണം? വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നിന്റെ കൺട്രോൾ ഏറ്റെടുത്താൽ പിന്നെ നീ വേറെ ആളാ. ഹല്ലേലൂയ. പിന്നെ നീ വേറെ ആളാ. നിന്റെ യോഗ്യതയൊന്നും അവിടെ പിന്നെ പ്രശ്നമില്ല. ഹല്ലേലൂയ. പിന്നെ നീ ഓപ്പറേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ യോഗ്യതയില്ല. നീ ഓപ്പറേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല. നീ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവന്റെ ബലത്തിലാ. പത്രോസിനോട് ചോദിക്കണം. പത്രോസ് പറയും, കുറെ കാലം കൂടെ നടന്നു, 3.5 വർഷം കൂടെ നടന്നു യേശുവിൻ്റെ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശു അവൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. അന്നൊരു പുതിയ ബന്ധത്തിൽ പത്രോസ് എത്തി. ആ പത്രോസിനെ പിന്നെ നമ്മൾ കാണുന്നത് തീപ്പൊരിയ. ഹല്ലേലൂയ. കാരണം എന്താ അറിയോ? പത്രോസിന്റെ ഉള്ളിലെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ പത്രോസ്, മീൻപിടുത്തക്കാരൻ പത്രോസ് ഇന്ന് എഴുന്നേറ്റ് നിന്നാൽ 3000 പേര് രക്ഷിക്കപ്പെടും. കാരണം പത്രോസ് പറയും, 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ടല്ല, ഇന്ന് ഞാൻ എൻ്റെ പ്രേമമായ യേശു എൻ്റെ കൂടെയുള്ളതുകൊണ്ട് അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ അവൻ എന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ 9 ആഴ്ച ഞങ്ങളുടെ ചർച്ചയിൽ നടന്ന ഒരു കാര്യം പറയാം. ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്ന ഒരു വൈറ്റ് വുമൺ, ഒരു വെള്ളക്കാരി, പ്രാർത്ഥന കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞു, പാസ്റ്റർ, നാളെ എനിക്കൊരു സർജറി ഉണ്ട്. എൻ്റെ ലങ്സിൽ ഒരു ട്യൂമറുണ്ട്, അത് റിമൂവ് ചെയ്യാൻ പോവാ. പാസ്റ്റർ പ്രാർത്ഥിക്കണം. റിമൂവ് ചെയ്തിട്ട് അത് ഞങ്ങൾ ബയോപ്സിക്ക് അയക്കാം. അവർ ബയോപ്സിക്ക് അയക്കും. പാസ്റ്റർ പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ എടുക്കാൻ പോവാ. പിന്നെ എനിക്ക് പ്രാർത്ഥിച്ചൂടെ? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 10 മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു. ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് അതിൻ്റെ പൊസിഷൻ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാം. ഹല്ലേലൂയ. ഡോക്ടർ സ്കാൻ ചെയ്തപ്പം ആ ട്യൂമർ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഇതാ ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നീ യേശുവുമായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിന്റെ അഡ്രസ്സ് മാറും. ഹല്ലേലൂയ. നിന്റെ മുമ്പിലിരിക്കുന്ന ക്രൗഡ് മാറും. ഹല്ലേലൂയ. നിന്റെ എല്ലാം മാറും. കാരണം നിന്റെ യോഗ്യതയല്ല, നീ ഓപ്പറേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച, കഴിഞ്ഞ 9 ബുധനാഴ്ച, ഹല്ലേലൂയ, ഞങ്ങളുടെ മിഡ് വീക്ക് സർവീസിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ സഹോദരിയെ നോക്കി പറ, ഹല്ലേലൂയ, നിന്റെ മാരേജിൽ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിന്റെ മാരേജിൽ പ്രശ്നമുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഫിക്സ് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ട് മുമ്പിൽ വന്ന് കയറിയിരുന്നു. ഹല്ലേലൂയ. വാവിട്ട് കരയാണ്, നിലവിളിക്കുകയാണ്. പുള്ളി ലൈവ് നോക്കിയതാ, എങ്ങനെയുണ്ട് ചർച്ചിന്റെ വർഷിപ്പ് എന്ന്. ഒരു 6 അടിയിന്മേൽ നീളമുള്ള സുന്ദരനായ ഒരു വെള്ളക്കാരൻ മുമ്പിൽ വന്ന് നിക്കറിയിട്ടിരിക്കുക. കാരണം വീട്ടിൽ നിക്കറിട്ടോണ്ടായിരുന്നേ. ഹല്ലേലൂയ. നിക്കറിട്ടോണ്ടിരുന്നോ
വരുന്നവൻ മുമ്പിൽ വന്ന് കരഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ, എന്നെ പരിശുദ്ധാത്മാവ് തൂക്കിയെടുത്തോണ്ട് വന്നു. ഹല്ലേലൂയ. 15 വർഷമായി അവന്റെ ഉള്ളിലൊരു രോഗം, ഹല്ലേലൂയ, യേശു സൗഖ്യമാക്കിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ ചർച്ചിൽ വരത്തില്ല. പക്ഷെ അന്ന് അവൻ മുമ്പിൽ വന്ന് കരഞ്ഞപ്പോൾ, യേശുവുമായൊരു ബന്ധത്തിൽ അവൻ ഹല്ലേലൂയ എഗ്രി ചെയ്തപ്പോൾ, ആ റിലേഷൻഷിപ്പ് അവൻ ഫിക്സ് ചെയ്യാൻ ഹല്ലേലൂയ അവൻ റെഡി ആയപ്പോൾ, പരിശുദ്ധാത്മാവ് അവനെ സൂപ്പർ നാച്ചുറലി ഹീൽ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ ഹല്ലേലൂയ പ്രശ്നം എന്താണോ അത് യേശു ഇന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. എനിക്കിങ്ങനെ 100 അനുഭവങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. 3.5 വയസ്സുള്ള ഒരു പയ്യൻ, ഹല്ലേലൂയ, 3.5 വയസ്സേ ഉള്ളൂ, ഹിന്ദു പയ്യനാണ്. ആൻസിയുടെ, എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ മോന. അവൻ എന്നെ വിളിച്ചു, ടിപ്സ ഒന്ന് വീട്ടിലോട്ട് വരുമോ? ഞാനും ആൻസിയും വണ്ടിയെടുത്ത് പെട്ടെന്ന് പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 3 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. 3 പേരും പറഞ്ഞു 4.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഗ്രോത്ത് അവൻ്റെ വയറിലുണ്ട്. കുഞ്ഞിന് മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയാ, ഭയങ്കര കരച്ചിലാ. ഡോക്ടേഴ്സ് പറയുന്ന ക്യാൻസറാന്നാ. എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സേ ഉള്ളൂ ടിപ്സാ. അവരുടെ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ അവിടെ ഉണ്ട്. എന്നോട് ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ എന്താ ചെയ്യുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ടിപ്സ, ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ കാന്തൻ എന്നോട് പറഞ്ഞു, നമുക്ക് നോക്കാം. എന്താ കാന്തൻ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടണം. ഞാൻ പ്രാർത്ഥിച്ചു, വീട്ടിൽ പോയി. പിറ്റേ ദിവസം എനിക്കൊരു കോൾ വന്നു. അവൻ എന്നോട് പറഞ്ഞു, ടിപ്സൺ ഇതറിയോ, ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ടിപ്സൺ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇൻ ജീസസ് നെയിം ലെറ്റ് ഇറ്റ് ബി ഡിസപ്പിയർഡ്. അപ്രതീക്ഷിതമാകട്ടെ. ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, സെയിം വാക്ക് പറഞ്ഞു, ഇറ്റ് ഗോട്ട് ഡിസപ്പിയർഡ്. അത് അപ്രത്യക്ഷമായി പോയി. ഒരു ഹിന്ദുവായ പയ്യൻ പറയാ, നീ ഉപയോഗിച്ച സെയിം വാക്കാ ഡോക്ടർ ഉപയോഗിച്ചേ. അവൻ എന്നോട് പിന്നെയും പറയാ, ടിപ്സിനത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഉപയോഗിച്ച സെയിം വാക്കാ ഡോക്ടർ ഉപയോഗിച്ചേ. ഹല്ലേലൂയ. അവൻ പിന്നെ അത് പറയാം. അവനങ്ങ് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ പിൻപിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. വേറൊന്നുമല്ല, നീയും നിന്റെ കാന്തനുമായുള്ള ബന്ധം നിന്റെ യോഗ്യത നോക്കിയല്ല. ഹല്ലേലൂയ. എല്ലാ ക്യാമ്പിനും വന്ന് ചാടുമായിരുന്നു. എല്ലാ ക്യാമ്പിനും വന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്യണം, നിങ്ങളുടെ ചർച്ചിന് വേണ്ടി എല്ലാം ചെയ്യണം. പക്ഷെ അതിലെല്ലാം ഉപരിയുമായി നീയും യേശുവുമായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ഹല്ലേലൂയ, നീയൊന്നും ചിന്തിക്കാത്ത, നീയൊന്നും ഹല്ലേലൂയ നിരൂപിക്കാത്ത നിലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. ഒരു വളരെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വളരെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ദൈവം എനിക്കൊരു നല്ല മനോഹരമായ കാർ തന്നിട്ടുണ്ട്. ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് റെഡീംഡ്. അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ ടൗണിൽ പരസ്യവും നടത്തി കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പം ഈ റെഡീംഡ് എഴുതിയേക്കുന്നതിൻ്റെ മേളെല്ലാം കീ ചെയ്തേക്കുക, നമ്മുടെ താക്കോൽ വെച്ച് വരച്ചേക്കുക. കോടികൾ വരെയുള്ള കാറ്. ഞാൻ തകർന്നു പോയി. ആരാടാ ഇത് ചെയ്തേ? അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്തിനായിരിക്കും ഇത് ചെയ്തത്? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ ആകെ ഒരു കാരണം, ഇതെൻ്റെ നമ്പർ പ്ലേറ്റാണ്, റെഡീംഡ്. ഇതായിരിക്കും കാരണം. ഏതോ സുവിശേഷത്തെ ഇഷ്ടമില്ലാത്തവർ ചെയ്ത പണിയാ. ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്യാനാ? ഞാനങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അതവിടെ അങ്ങനെ വരഞ്ഞിരുന്നോട്ടെ.
അങ്ങനെ ഇരിക്കുമ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം നാട് റോട്ടിൽ വണ്ടി നിന്നു. 20,000 മൈലേ ഓടിയിട്ടുള്ളൂ. ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല ഈ വണ്ടി മേടിച്ചിട്ട്. നല്ല വിലയുള്ള വണ്ടിയാണ്. ഒറ്റയടിക്ക് വണ്ടി നിന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആൾക്കാരെ വിളിച്ചു. സർവീസുകാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇതിൻ്റെ എൻജിൻ ലോക്കായിപ്പോയി. അവർക്കറിയത്തില്ല എന്താ കാരണം. എൻജിൻ ലോക്കായിപ്പോയി, ഈ വണ്ടി ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ എൻജിൻ മാറ്റിത്തരാം, പക്ഷെ 3 മാസം എടുക്കും. ഞാൻ പറഞ്ഞു 3 മാസം? അപ്പോൾ എനിക്ക് 3 മാസം ഈ വേറെ വണ്ടിയുണ്ട്, എന്നാലും എനിക്ക് വലിയ വണ്ടി വേണം. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പകരം നിനക്കൊരു കാറ് തരാം 3 മാസത്തേക്ക്, വലിയ കാറ് തരാം. അപ്പോൾ ഞാൻ ഓക്കെ, സന്തോഷവാനായി. 2 ദിവസമായി 3 ദിവസമായി ഇവർ വേറെ കാറ് തരുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇവരോടൊന്ന് വഴക്കുണ്ടാക്കാം എന്നും പറഞ്ഞ് ഞാൻ ആ ഷോറൂമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കാന്തൻ എന്നോട് പറഞ്ഞു വഴക്കുണ്ടാക്കണ്ട, എന്നാൽ പിന്നെ മര്യാദക്കെങ്കിലും സംസാരിക്കാം. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വരുമോ? ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞു ഈ വണ്ടിക്ക് ഈ എൻജിൻ മാറ്റി വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പാവും, അതുകൊണ്ട് ഞങ്ങളൊരു ഓഫർ തരാം. നീ ഒരു പുതിയ വണ്ടി എടുത്തോ, നീ ഇത്രയും പൈസയും കൂടെ തന്നാൽ മതി. ഈ ഇത്രയും പൈസ നിൻ്റെ ഒരു അങ്കിള് GM-ൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പുള്ളിയെ വിളിച്ചൊരു കോഡ് ചോദിക്കുക, ആ കോഡിൽ ആ പൈസയും കുറയും. അപ്പം ഞാൻ നോക്കിയപ്പം ബ്രാൻഡ് ന്യൂ അപ്ഗ്രേഡഡ്. ഇപ്പോൾ വണ്ടിയൊന്നും ഓടിക്കേണ്ട, സ്വിച്ചിലേക്ക് വെറുതെ ഇരുന്നാൽ മതി, അത് ഓടിച്ചോളും. അടിപൊളി കാറ്. ഞാൻ പറഞ്ഞു ഓക്കെ, വളരെ സന്തോഷം. ഞാൻ എന്നിട്ട് ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ചുമ്മാ നടക്കുമ്പം എൻ്റെ കാന്തനോട് ചോദിച്ചു, എന്താ ഈ പറഞ്ഞില്ലേ ഭയങ്കര സങ്കടം, എൻ്റെ വണ്ടിയിൽ ആരോ കീ ചെയ്തെന്ന് എൻ്റെ പേരവിടെ എഴുതിയോണ്ട് എനിക്കത് സഹിച്ചില്ല, ഞാൻ വണ്ടി മാറ്റി. ഞാൻ പറയുന്ന കാന്തൻ നിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ആരും അറിയാതെ നീ റൂമിൻ്റെ അകത്ത് പറയുന്നത് അവനറിയാം. പക്ഷെ അവനുമായിട്ടൊരു ബന്ധം വേണം. നിനക്ക് അവൻ്റെ ഒച്ച കേൾക്കാൻ അറിയണം. 2 മാസം മുമ്പ് 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചു ചർച്ചിന് വേണ്ടി. അതെൻ്റെ കാന്തം പോയി പറഞ്ഞു ഒപ്പിടാൻ. പോയി ഒപ്പിട്ടു. പൈസ എല്ലാം ദൈവം അറേഞ്ച് ചെയ്തു. എനിക്കൊന്നും അതിന് പറയാൻ സമയമില്ല. ഭയങ്കര എക്സൈറ്റഡായ എൻ്റെ കാന്തനെ കുറിച്ച് പറയുമ്പോൾ, ആ കാന്തനുമായൊരു ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ 4 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടാണ് ഈ 4 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്, നീ ചർച്ചിൽ പോകുന്ന ആളായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, പക്ഷെ കാന്തനുമായൊരു യഥാർത്ഥമായ ആഴമായ ബന്ധത്തിലല്ലെങ്കിൽ ഇന്ന് ആണ് നിന്റെ പകൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകാന്തത അനുഭവിക്കുന്നവർ, ലോൺലിനെസ് അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പാപത്തിന് മേലൊരു അധികാരം. എത്ര പേർക്ക് അത് വേണം? പാപത്തിന് മേലൊരു അധികാരം. ഹല്ലേലൂയ. നീ പാപത്തെ പേടിച്ച് നടക്കരുത്, പാപം നിന്നെ പേടിച്ച് നടക്കണം. ഹല്ലേലൂയ. പാപം പറയണം, വേണ്ട വരുന്നുണ്ട് ഇവൻ്റെ അടുത്ത് വന്ന അവനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനൊരു അധികാരം അതും കൊണ്ട് എനിക്ക് നടക്കണം. പാപത്തിന് മേൽ അധികാരം. ഹല്ലേലൂയ. ഫൈനലി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന നീ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കാണും. ഹല്ലേലൂയ. ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരുന്നതും വേണ്ടാത്ത ഹല്ലേലൂയ ശരീരത്തുള്ളത് അപ്രത്യക്ഷമാകുന്നതും ഹല്ലേലൂയ നീ കാണും. ഇന്ന് ഇവിടെ നമ്മൾ കാണും. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആദ്യമായി യേശുമായൊരു അഭേദ്യമായ ബന്ധത്തിൽ ഞാൻ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാന്തനെ, ഓ മൈ ലവ്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ.
രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറ, ഉറക്കെ വിളിച്ചു പറ, ഐ ലവ് യു, ഐ ലവ് യു. എനിക്ക് നിന്നോട് ഇഷ്ടമാ, എനിക്ക് നിന്നോട് ഇഷ്ടമാ, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് നീ മാത്രം മതി. ഐ ലവ് യു. പല കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാം. നിന്റെ കാന്തൻ നിന്റെ അടുത്ത് വന്ന് നിന്നോട് പറയുന്നു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ആ യേശുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ, എന്നിട്ട് പറ, എനിക്ക് നീ മാത്രം മതി. മറ്റൊന്നിലും അല്ല എന്റെ പ്രേമം. എന്റെ പ്രേമം നിന്നിലാ, എന്റെ പ്രേമം ഞങ്ങളിൽ പാട്ട് പാടുമ്പോൾ എല്ലാ ഏകാന്തതയും യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏകാന്തതയോട് ഞാൻ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ട്, YPCയെ വിട്ട് എന്നേക്കുമായി ഏകാന്തതയുടെ ആത്മാവേ, നിനക്ക് ഇതിന്മേൽ അധികാരമില്ല. Every loneliness, in the name of Jesus, I command and declare, leave from this place. Leave in the name of Jesus. Leave in the name of Jesus. എത്ര പേർക്ക് പാപത്തിന്മേലൊരു അധികാരം വേണം? പാപത്തിന് മേൽ. പാപം നിന്നെ നോക്കി, നിന്റെ പാപത്തിന്റെ ചോയല്ല നീ. ഹല്ലേലൂയ. പാപത്തിന്റെ ഒരു കളിപ്പാട്ടമല്ല നീ. 3 ദിവസം കഷ്ടപ്പെട്ട് പാപം ചെയ്യാതിരിക്കും, 5-ാമത്തെ ദിവസം തിരിച്ചു വന്ന് പിന്നെയും അതിൽ. ആ കാലം കഴിഞ്ഞു. എല്ലാരും പറ, ആ കാലം കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്നെന്റെ കാന്തനുണ്ട് എന്റെ കൂടെ, ഇന്നെന്റെ കാന്തനുണ്ട് എന്റെ കൂടെ. എത്ര പേർക്ക് പറയണം, എനിക്ക് അധികാരത്തോടെ എന്റെ കോളേജിൽ പോകണം, എനിക്ക് അധികാരത്തോടെ എന്റെ സ്കൂളിൽ പോകണം. ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരോട് പറയണം, എനിക്കതിന്മേൽ ഇന്ന് അധികാരമുണ്ട്. നിന്റെ ദൈവം ഉപയോഗിക്കും,
നിനക്ക് അതിന് മേൽ അധികാരം കിട്ടിയ നിന്റെ മേൽ മാത്രമല്ല, നിന്റെ കൂട്ടുകാരെ അതിൽ നിന്ന് നിനക്ക് വലിച്ചെടുക്കാൻ കഴിയും. നിന്റെ കൂട്ടുകാരെ, ഇന്നത്തെ പ്രശ്നം ഡ്രഗ് അല്ല, ഇന്നത്തെ പ്രശ്നം നീയാണ്. ഹല്ലേലൂയ. നീ അധികാരത്തിൽ നിന്നാൽ നിന്റെ ക്യാമ്പസിൽ ഡ്രഗ് കയറത്തില്ല. നീ അധികാരത്തിൽ നിന്നാൽ നിന്റെ ക്യാമ്പസിൽ ഫോട്ടോഗ്രാഫി ഇല്ല. ഹല്ലേലൂയ. അധികാരത്തിൽ നിൽക്കുവാൻ യേശു വിളിക്കുകയാണ്. എന്റെ കാന്തയായി ആ ക്യാമ്പസിൽ നീ നിൽക്കുമോ? സങ്കുചത്തോടെ നിൽക്കുമോ? ആ വ്യക്തി നീയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഓടി മുമ്പോട്ട് വാ. എനിക്ക് അധികാരത്തോടെ എൻ്റെ ക്യാമ്പസിൽ പോകണം. എനിക്ക് അധികാരത്തോടെ എൻ്റെ പാപത്തിന് മേൽ അല്ലെങ്കിൽ എനിക്ക് നിവർന്നു നിൽക്കണം. ആ ഒരു വ്യക്തി നീയാണെങ്കിൽ ഓടി മുമ്പോട്ട് വാ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇവിടുന്ന് പോകുമ്പോ ഹല്ലേലൂയ പവറായിട്ട് പോകും. നീ ഇവിടുന്ന് പോകുമ്പോ അധികാരത്തോടെ പോകും. നീ ചെല്ലുമ്പോ നിന്റെ ക്യാമ്പസിലെ പിള്ളേര് പറയും, ഇവൻ വേറെ ആളാ, ഇവൻ വേറെ ആളാ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. പറയാൻ കഴിയുമോ? എന്നുയിരേ കാലരികിൽ നീ എന്നും വേണം. ഒരു ഇമ പോലും മടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും. ഞാൻ നിങ്ങളുടെ ആരെ തലേ കൈവെക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? നിന്റെ കാന്തന ഞാൻ കൈവച്ചല്ല. നിങ്ങൾക്ക് ഇത് മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഈ മുമ്പോട്ട് വന്നപ്പോൾ ആ യേശു നിന്റെ അടുത്ത് വന്ന് പറയാ, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ നടന്നോളാം, നിന്റെ കൂടെ ഞാൻ നടന്നോളാം. ആ ടിപ്സം കൈവച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നിന്റെ കൂടെ നടന്നോളാം. നിനക്ക് പാപത്തിന് മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് പാപത്തിന് മേൽ അധികാരമുണ്ട്. നിനക്ക് രോഗത്തിന് മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ കാന്തൻ നിന്നെ തൊടുന്നത് നിനക്ക് ഇപ്പോൾ ഫീൽ ചെയ്യും. ഹല്ലേലൂയ. ആ കാന്തൻ എനിക്കിവിടെ കാണാം. ഹല്ലേലൂയ. കാന്തൻ നിന്നെ തൊടുകയാണ്. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ. കാന്തൻ നിന്നെ തൊടുകയാണ്. ആ കാന്തൻ പറയുകയാണ്, നിന്നെ ഞാൻ തൊടാൻ പോവാ, നിന്റെ കൂടെ ഞാൻ നടക്കാൻ പോവാ. അവസാനമായി നിങ്ങളുടെ എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുള്ളവർ നിങ്ങളുടെ ആ സ്ഥലത്ത് കൈവച്ച്, നമുക്ക് സമയമില്ല ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, നിന്റെ കാന്തൻ നിന്റെ ഉള്ളതുകൊണ്ട് അതിൻ്റെ രോഗസൗഖ്യം നടക്കുന്നേ. അവിടെ നീ അവിടെ കൈവച്ചിട്ട് പറ, ആ കാന്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈവച്ചോ, കൈവച്ചോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഇവിടെ നടക്കട്ടെ. ആ രോഗസൗഖ്യം ഇവിടെ നടക്കട്ടെ. ആ രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ നടക്കട്ടെ. ഹല്ലേലൂയ. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിൻ്റെ ഗ്യാപ്പ് കയറി കൂടിയ എല്ലാ പാപത്തെയും എല്ലാ രോഗത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അവരുടെ ശരീരങ്ങളെ വിട്ട് എന്നേക്കുമായി മാറി നിൽക്കാം. ആ ബന്ധത്തിലുള്ള ഗ്യാപ്പ് ഹല്ലേലൂയ ഐഡന്റിഫൈ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്ത് അകത്ത് കയറിയ രോഗങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നമുക്കൊന്നിച്ച് പാടാം. ഒരു തരി പോലും ഇനി അത് ആ സ്നേഹം പോകാതെ ഞാൻ നോക്കും. എനിക്കത് മാത്രം മതി. ഈ ക്യാമ്പിൽ വന്നിട്ട് നിങ്ങൾ വേറൊന്നും കൊണ്ടുപോയില്ലെങ്കിലും ആ തരി പോലും, ഒരു തരി പോലും
ഒരു തരി പോലും എനിക്ക് ഇനി ആ സ്നേഹം കളയാൻ പറ്റത്തില്ല. ഞാനത് കൊണ്ട് നടക്കും. ഞാൻ അതിൽ എക്സൈറ്റഡ് ആയിരിക്കും. ഏതു നിമിഷവും തന്നോട് സംസാരിപ്പാൻ, ഏതു നിമിഷവും തന്നെ കാണുവാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളവർ ഒന്നിച്ചാ പാട്ട് പാടാം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. വാതുറന്ന് പാടാം. എന്നുയിരേ കളരികിൽ ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കളരികിൽ നീ എന്നും എന്നും വേണം. ഒരു ഹിമ പോലും അടയാതെ, ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയനോഴനായി. ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും. രണ്ട് കരകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഓ എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഒരാശം കൂടെ പറഞ്ഞു. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അന്നൊമ്പരത്തെ യേശു വായിക്കുകയാ. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോട് പറ. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായി. അക്കാരങ്ങൾ രണ്ടും ഉയർത്തി. കമോൺ, ഈ സെക്ഷൻ അവസാന നിമിഷങ്ങളിൽ ആരാധന. കമോൺ, ആരാധന. ഏറ്റവും സ്നേഹത്തോടെ പറ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ശബ്ദമുയർത്തി യേശുവിനെ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ വീശി, കരങ്ങൾ വീശി.